Hi students, good morning. Welcome to my college programs. Sri Narayana Guru University, Open University, Sociology class. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്വിൻ റവല്യൂഷൻസ് അല്ലേ. അത് രണ്ട് വേർഡും കൂട്ടി വെച്ച് നോക്കുമ്പോൾ ട്വിൻസ് രണ്ട് റവല്യൂഷൻ. ഏതായിരിക്കാം രണ്ട് റവല്യൂഷൻ? ഒന്ന് നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് റവല്യൂഷൻ, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഫ്രാൻസിലത്തെ നമുക്ക് കത്തോലിക്ക എന്ന് പറഞ്ഞൊരു റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ പിന്നെ ചക്രവർത്തിൻ്റെ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നത് ഇംഗ്ലണ്ടിലാണ്. അവിടെ എന്തുണ്ടായി? പുതിയൊരു വിപ്ലവം പോലെ പല ടെക്നോളജീസ്, പോലെ യന്ത്രങ്ങളും പലതും കണ്ടുപിടിക്കപ്പെട്ടു. അത് ഭയങ്കര ഗ്രോത്തായി മാറി, ഡെവലപ്മെൻ്റ് ആയി. അങ്ങനെ രാജ്യം വളരെ പെട്ടെന്ന് വികസനത്തിലേക്ക് പോയി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണം അത് വേൾഡിൽ മൊത്തം, അത് ഇംഗ്ലണ്ടിൽ നടന്നതാണെങ്കിലും അത് ലോകം മൊത്തം എന്തായി മാറി? സ്പ്രെഡായി മാറി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാര്യം. നെക്സ്റ്റ് വരുന്നത് എൻലൈറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ അതും എന്താണ് ഒരു പിന്നെ മുന്നോട്ടുള്ള എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും കൂടി ബോധോദയം നല്ല ഭൗതികപരമായ ഉണർവ് ഉണ്ടാവുന്നതാണ് എൻലൈറ്റ്മെൻറ്റ് പീരീഡ്. ആ ഭൗതികപരമായ ഉണർവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഒരു പക്ഷേ തത്വചിന്ത, അങ്ങനെയുള്ള എഴുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ, പത്രമാസിക എഴുത്തുകൾ, സാഹിത്യം, പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ എഴുത്തുകൾ, അങ്ങനെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഭൗതികപരമായ ചില ഉണർവ്, അതാണ് എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എൻലൈറ്റ്മെൻറ്റ് പീരീഡിൽ കുറേ കൃതികൾ രചിക്കപ്പെട്ടു. ജനങ്ങൾക്ക് എന്തായി മാറി? ഏറ്റവും കൂടുതൽ പിന്നെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി അല്ലേ. അതായത് ഹെർബർട്ട് സ്പെൻസർ, സെൻസൈമൺ കോംറ്റെ, ഇവരൊക്കെ സമൂഹത്തിന് എഴുതാനും പല ഇതും കൊടുത്തപ്പോൾ അവർ വായിക്കാനും ചിന്തിക്കാനൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം ദ സോഷ്യൽ പൊളിറ്റിക്കൽ ഇൻ്റലക്ച്വൽ ഫോഴ്സസ് എമർജൻ ഇൻ സോഷ്യോളജി. വേറൊരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ആ ചോദ്യം? അതിന് മുമ്പ് നമുക്കിത് നോക്കാം അല്ലേ. ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ പറഞ്ഞു ഫ്രാൻസിലാണ് നടന്നത്. ഇതിൽ റൂസോനെ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഫ്രഞ്ച് റവല്യൂഷനിൽ റൂസോ മൊണ്ടസ്ക്യൂ നിങ്ങൾ കേട്ടിട്ടോ? റൂസോ ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചത് റൂസോ ആണ്. കാരണം റൂസോ ആണ് പിന്നെ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ട്. ആ ഉടമ്പടി പ്രകാരം ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആർക്കും ഉത്തരവാദിത്തമുണ്ട്? ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ ഇങ്ങനെ ഈ ഒരു നേരത്തെ പറഞ്ഞ നമ്മൾ കാത്തലിക്ക ആ ഒരു മതത്തിൻ്റെ ഇതിൽ അവർ ഓരോ കാറ്റഗറൈസ് ചെയ്തതും അവർ സീനിയോറിറ്റിയും സീനിയറും പിന്നെ അവർ താഴേതാണ് ഇവർ മുകളിലാണൊക്കെ പറഞ്ഞിട്ട് അടിമകളും പാവപ്പെട്ട ജനങ്ങൾ പല കാറ്റഗറൈസ് ചെയ്ത് ജനങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല, എല്ലാവരും തുല്യരാണ്, മനുഷ്യരായി തന്നെ മനുഷ്യർ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എപ്പോഴും ചങ്ങലകളിലാണെന്നാണ് പ്ലാറ്റോ പറഞ്ഞത്. റൂസോ, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, അങ്ങനെ 3 ആളാണുള്ളത് കേട്ടോ. അതിൽ ഫ്രഞ്ച് റവല്യൂഷനിലാണ് 3 തത്വചിന്തകന്മാരുള്ളത്. ദെൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് റൂസോൻ്റെത്, മൊണ്ടസ്ക്യൂ, പ്ലാറ്റോ നമുക്ക് എഴുതണം, എസ്സേ എഴുതണം. അവരെ തന്നെ, അതായത് ഫിലോസഫേഴ്സ്, ഫ്രാൻസിലെ ഫിലോസഫേഴ്സിനെ ചോദിച്ചാൽ നമുക്കത് 3 ആളെ എഴുതാം. എസ്സേ മോഡൽ ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഫ്രഞ്ച് റവല്യൂഷൻ മൊത്തം ചോദിക്കുമ്പോൾ എന്ത് എഴുതണം? ഫ്രാൻസിൽ വന്ന ആ മറ്റൊരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്താവുന്ന എഴുതുക. അതിന് കൂടെ തന്നെ തത്വചിന്തകന്മാർ ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തവർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പല യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. നൂൽപ്പ് യന്ത്രം, കുറേ എഞ്ചിനുകൾ കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ ഇൻഡസ്ട്രിയലി വികസനമായി. ഇൻഡസ്ട്രിയൽ മീൻസ് വ്യാവസായികപരമായിട്ട് വിപ്ലവത്തിലേക്ക് പോയി. പൊതുവെ അത് ഇംഗ്ലണ്ടിൽ നടന്നതാണെങ്കിലും പക്ഷെ അത് ഇംഗ്ലണ്ടിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, വേൾഡ് മൊത്തം സ്പ്രെഡായി. നെക്സ്റ്റ് വരുന്നതാണ് എൻലൈറ്റ്മെൻറ്റ്. ഇവിടാണ് നമ്മൾ പോയിന്റ്. എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭൗതികപരമായിട്ട് ഇൻ്റലക്ച്വലി എമർജൻസ് ആയി. അപ്പോൾ അതിങ്ങനെ സോഷ്യോളജി എങ്ങനെ ബാധിക്കാം? നമ്മുടെ വിഷയം എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. അതായത് സാമൂഹിക ശാസ്ത്രം സാമൂഹികപരമായിട്ട് എങ്ങനെ ഈ എൻലൈറ്റ്മെൻറ്റ് നേടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ മിസ് വായിച്ചുതരാം. എക്സാമിൻ ദ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഫോഴ്സസ് ടു എമർജൻസ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഘടകം കാരണമായതെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അതിൽ റാഷണലിസം, ഒരാളുടെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി. പിന്നെ അതിൽ ഇൻ്റലക്ച്വലി ആയതാണ് എംപിരിസം, ഹ്യൂമാനിറ്റേറിയനിസം, റാഷണലിസം ആൻഡ് പിന്നെ ഐഡിയലിസം. ഓക്കെ, ABCD 4 ഫാക്ടേഴ്സ് ആണുള്ളത്. റാഷണലിസം, ഐഡിയലിസം, ഹ്യൂമാനിറ്റേറിയനിസം ആൻഡ് പിന്നെ എംപിരിസം.
ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് ഇന്റലക്ച്വലി ജനങ്ങളെ ഡെവലപ്പാക്കിയത്. അതിലൊരു പോയിന്റ് ഫസ്റ്റ് റാഷണലിസം. ഒരാളുടെ ചിന്തയും പ്രവർത്തനങ്ങളെ അടിസ്ഥാനമായി, യുക്തിയെ അടിസ്ഥാനമാക്കി, പിന്നെ അല്ലെങ്കിൽ യുക്തി, അതായത് ചിന്ത, അന്ധവിശ്വാസം പറഞ്ഞാൽ അതേപോലെ പ്രവർത്തിക്കല്ല, ചിന്തിച്ച് അത് അങ്ങനെയല്ല, അതിങ്ങനെയാണെന്നുള്ള ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ചിന്തിച്ചിട്ട് ജനങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരവസരം, ഒരു യുക്തിപരമായ ഇടപെടൽ ഉണ്ടാവുക ഇതിൽ. നെക്സ്റ്റ് വരുന്നതാണ് എംപെരിസം. പിന്നെ എന്താണ് എംപെരിസം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രശ്നങ്ങൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ ഇതിലെ അത് ഉപയോഗിച്ച് മനസ്സിലാക്കുക കാര്യങ്ങൾ. അല്ലാതെ പെട്ടെന്ന് ഒരാൾ പറഞ്ഞൊന്ന് വിശ്വസിച്ച് എടുത്തു ചാടാൻ പോവാതെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണ്, മൂക്ക്, കണ്ണ്, നാക്ക്, ചെവി എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് വരുന്ന ഹ്യൂമാനിറ്റേറിയനിസം. ഓരോ മനുഷ്യരും തുല്യരാണ്, അതായത് മാനുഷികവാദം എന്നൊക്കെ പറയും. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് പറയുന്നതാണ് മാനുഷികവാദം. മനുഷ്യരുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് പ്രവർത്തിക്കലാണ് എല്ലാത്തിനും ഉപരിയായി ചെയ്യേണ്ടത്. ഈ ആശയം സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യം. ഇത് മനുഷ്യരുടെ ഐക്യത്തിന് പ്രാധാന്യം നൽകുന്നു. നല്ല ജീവിത രീതി അല്ലാത്ത ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഈ ഒരു വാദത്തിലൂടെ പറയുന്നു. ഹ്യൂമാനിറ്റേറിയനിസം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഐഡിയലിസം. എന്താണ് ഐഡിയൽ? കാര്യങ്ങളെ ആദർശ രൂപത്തിൽ സങ്കല്പിക്കുന്നതാണ് ഐഡിയലിസം. പ്രായോഗിക ഫലം പരിഗണന, ഒരാളുടെ തങ്ങളെ ആദർശങ്ങളെ പിന്തുണ. യുക്തിവാദം, അനുഭവവാദം, ആദർശവാദം എന്ന് പറയുന്നത് പോലെ തൻ്റെ ഐഡിയ പ്രകാരം, അത് കാര്യങ്ങളെ ഒരു ആദർശം വേണം, നമ്മൾ പറയുന്നത് ആദർശ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഐഡിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റൈറ്റ് അബൌട്ട് ദ ട്രാൻസിഷൻ ഫ്രം സോഷ്യൽ ഫിലോസഫി ടു sociology and examine the role of Augustus Comte development of sociology. എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് റാഷണലിസം അല്ലെ നമ്മൾ പറഞ്ഞ ഇന്റലക്ച്വൽ ഫോഴ്സസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ് അഗസ്റ്റസ് കോംറ്റെ. അത് ആരാണെന്ന് അറിയാം നിങ്ങൾക്ക്? എക്സാമിൻ ദ റോൾ ഓഫ് അഗസ്റ്റസ് കോംറ്റെ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആരാണ് അഗസ്റ്റസ് കോംറ്റെ? 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ അനേകം പരിവർത്തനങ്ങൾക്ക് വിധേയമായ കാലഘട്ടമാണ്. ഫ്രാൻസിലെ അവസ്ഥ ഫ്രഞ്ച് വിപ്ലവത്തോടെ മാറി. വിപ്ലവശേഷം ഫ്രാൻസിലെ പണ്ഡിതന്മാർ മനസ്സിലാക്കി പ്രകൃതിശാസ്ത്ര ഉപയോഗത്തിൻ്റെ ഈ മേഖല പരിഹാരം ചെയ്തതാണ്. അങ്ങനെ ചാൾസ് മുത്തുറൻ ഇങ്ങനെ ഫ്രഞ്ച് ചിന്തകനായ ജാക്യൂസ് ഇത്തരം ഒരു പ്രസിദ്ധീകരണം നടത്തി. അവസാനം എന്ത് ചെയ്തു? ഫ്രഞ്ച് വിപ്ലവം, വ്യവസായ വിപ്ലവം, ജ്ഞാനോദയ കാലം എന്നിവ യൂറോപ്യൻ സമൂഹത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ, സാമൂഹിക ബോധം. ദെൻ ലാസ്റ്റ് വരുന്ന ആളാണ് കോംറ്റെ. ഈ കോംറ്റെ എന്ത് ചെയ്തു? സമൂഹത്തിന് എന്ത് ചെയ്തു? ഒരു ശാസ്ത്രത്തിൻ്റെ വശമാണ് ഇവർ. ശാസ്ത്രത്തിൻ്റെ ഒരു വശം നൽകി. കൂടാതെ അവർ ഈ വിജ്ഞാന മേഖലകളെ പോസിറ്റീവാക്കി മാറ്റി. അഗസ്റ്റസ് കോംറ്റെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവരുടെ ചിന്താഗതി ശാസ്ത്രീയപരമായിട്ട് ജനങ്ങളുടെ യുക്തി ചിന്തകളെ അദ്ദേഹം അനലൈസ് ചെയ്തു, അഗസ്റ്റസ് കോംറ്റെ. അതേപോലെ പിന്നെ 19th സെഞ്ച്വറി യൂറോപ്പ് വാസ് ഗോയിങ് ത്രൂ ദ ട്രാൻസ്ഫോർമേഷൻ. അതായത് ഒരു യൂറോപ്പ് 19ാം നൂറ്റാണ്ടിലൊരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് പോയപ്പോൾ 19th സെഞ്ച്വറി 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് വാസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എമംഗ് ദ നാഷൻസ് ഓഫ് യൂറോപ്പ്. ഫ്രാൻസ് വാസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ടു അവർ അനാലിസിസ്. അപ്പോൾ ഫ്രാൻസിലെ ഫ്രഞ്ച് റവല്യൂഷനൊക്കെയാണ് ഈ ഒരു മാറ്റത്തിന് കാരണം. പിന്നെ ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ആ ഒരു മൊത്തത്തിലുള്ള മാറ്റത്തിന് കാരണമാണ്. ആ സമയത്ത് വി ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ഫ്രാൻസ് വാസ് അണ്ടർഗോയിങ് ട്രാൻസ്ഫോർമേഷൻ ആഫ്റ്റർ റിസൾട്ട് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. വി സോ എ പ്രോബ്ലംസ് ഓഫ് നേഷൻ വാസ് ഫേസിങ് ഇമീഡിയറ്റ്ലി ബിഫോർ ആഫ്റ്റർ ദൻ ഈവൻ ഇൻ ഏർലിയർ സെക്ഷൻ. There was a disorder and confusion of social and political and post-revolution era of Napoleon time was national building of accordance with the republican principle taking place. At the same time, ideals from the revolution were spreading far wide wherever Napoleon made inroads. Yeah. ഓക്കെ, നെക്സ്റ്റ് കോംറ്റേൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ദ കോംറ്റെ ഹിസ്റ്ററി ഓഫ് ഇൻഡിവിജ്വൽ ബിക്കം ഹിസ്റ്ററി ഓഫ് മാസസ്. ഹി സെഡ് ദ മോസ്റ്റ് ഓഫ് ദീസ് ലോസ് വർ ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ട്രാൻസ്ഫോം ഹ്യൂമൻ സ്റ്റേജ് ആൻഡ് ഓട്ടോഗ്രാഫിക് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ നേച്ചർ പ്രോഗ്രസ് നെസറി ടു അൺട്രപ്റ്റഡ്. അതായത് ഒരു ശാസ്ത്രീയ ബോധത്തിൽ നമ്മൾ ഈ പ്രകൃതിയെ നോക്കിക്കാണണം. നമ്മുടെ ജനങ്ങളിലുള്ള മാറ്റം, ഈ മൊത്തത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് വേൾഡ് മൊത്തം ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് കാരണമാണ്, പിന്നെ എന്തുവാണ് ഫ്രഞ്ച് റവല്യൂഷനും കാരണമാണ്. അപ്പോൾ ഇതുകൊണ്ടുണ്ടായ ഒരു മാറ്റം ശാസ്ത്രീയ രൂപത്തിൽ നമ്മൾ നോക്കിക്കാണണം എന്ന് പറഞ്ഞ ഒരാളാണ് കോംറ്റെ. സയൻറ്റിഫിക് ആയിട്ടാണ് അദ്ദേഹം മെയിൻ പറഞ്ഞത്. Then thus the stage was the 19th century France for a social law and emerged a scientific study of society. അദ്ദേഹം എന്ത് ചെയ്തു? സൊസൈറ്റിയെ ശാസ്ത്രീയപരമായി പഠിക്കാൻ തുടങ്ങി, സയൻറ്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്തു. ഇൻ ഷോർട്ട്, സോഷ്യൽ പ്രോബ്ലംസ് വിച്ച് വർ പെർസീവ്ഡ്
after effects of French Revolution disheartened thinkers and they wanted to produce explanation of solutions. Similarly, the Industrial Revolution also dislocated masses and created social issues. Enlightenment ideals already made the social consciousness and to Europe sensing the demand for understand society taking advantage of the favorable intellectual climate in Europe with the purpose. But intellectual like Herbert Spencerും അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ സൊസൈറ്റിയെ സ്റ്റഡി ചെയ്ത ഒരാളായിരുന്നു. ആൻഡ് ഓപ്പറേഷൻ നെസറി ഫോർ reorganization of society in they name the science of society as social physics. All knowledge according to them would pass through three theological and metaphysical and positive. This law is center of Augustus Comte's social theory. അഗസ്റ്റസ് കോംസ്റ്റേൻ്റെ സോഷ്യൽ തിയറി, ആ തിയറി ആയിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ തിയറി ബേസ് ചെയ്ത് പിന്നീട് എന്ത് ചെയ്തു, അദ്ദേഹത്തിനും പിന്തുടർച്ചക്കാരുണ്ടായി. He later charged the proposed name of science of society or sociology in this book, Positive Philosophy. Comte regarded sociology as the last of the science of development. He considered sociology to have reached the positive stage after passing through theological and metaphysical stages. He defined it as abstract theoretical science of social phenomena, that is the pinnacle of any service. In brief, acceptance of rationalism and skepticism during Renaissance and Enlightenment. അപ്പം റെനൈസൻസും എൻലൈറ്റ്മെൻറ്റ് എല്ലാം എന്തിന് നമ്മുടെ ഈ ഒരു മാറ്റത്തിന്, ശാസ്ത്രീയപരമായ മാറ്റത്തിന് കാരണമാണെന്നാണ് കോംറ്റെ പറയുന്നത്. ഡെവലപ്മെൻറ്റ് സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ഓഫ് സോഷ്യൽ ചേഞ്ചസ് ആൻഡ് പേഴ്സണൽ ഇൻ്റലക്ച്വൽ ഫോഴ്സസ്. അപ്പം ഐഡിയലിസം, റാഷണലിസം, എംഫിരിസം ഇതൊക്കെ എന്താണ് മാറ്റത്തിന് കാരണമാണെന്ന് അഗസ്റ്റസ് കോംറ്റെ പറയുന്നു. ഓക്കെ, പിന്നെ വിച്ച് പ്ലാനറ്റ് കൺസിഡേർഡ് ദ സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് ഇൻ ജിയോഗ്രഫിക്കൽ തിയറിയിൽ ഏത് പ്ലാനറ്റാണെന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് പ്ലാനറ്റ് കൺസിഡേർഡ് ആസ് ദ സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് ഇൻ ജിയോഗ്രഫിക് തിയറി പ്രകാരം ഏതാണ് യൂണിവേഴ്സിന് നടുവിൽ നിൽക്കുന്നത് എന്താണ്? എർത്താണ്, ഭൂമിയെ ചുറ്റിയാണ് കറങ്ങുന്നത്. വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് അക്കോർഡിംഗ് ടു ഹെലനോസെൻട്രിക് തിയറിയിൽ സണ്ണാണ് അല്ലേ. നെക്സ്റ്റ്, വാട്ട് വാസ് ദ സയൻസ് ഓഫ് വിച്ച് ഏർലി സോഷ്യലിസ്റ്റ് മോഡൽ സോഷ്യോളജി, സോഷ്യൽ ഫിസിക്സ്. ആൻഡ് വിച്ച് ദ പ്രോസസ് ഓഫ് ഗെയിനിങ് നോളജ് ഓൺലി ത്രൂ ദ സെൻസ്, എംഫിരിസിസം അല്ലേ. സെൻസ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച്, നേരത്തെ പറഞ്ഞല്ലോ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി എന്തെന്ന് പറയുന്നു? എംഫിരിസം എന്ന് പറയുന്നു. വിച്ച് ഇസ് ദ പ്രോസസ് ഓഫ് ഗെയിനിങ് നോളജ് ഓൺലി ത്രൂ സെൻസ്, എംഫിസിസം. ദെൻ വിച്ച് ഇസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഫിലോസഫി, തത്വചിന്തയുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? ഗ്രീസ്. മറന്നു പോകരുത്, തത്വചിന്തയുടെ നാട് എന്നറിയപ്പെടുന്ന ഗ്രീസാണ്. ഹു ഈസ് ദ ഓതർ ഓഫ് ബുക്ക് ഓഫ് പോസിറ്റീവ് ഫിലോസഫി? പോസിറ്റീവ് ഫിലോസഫി എന്ന ബുക്കിൻ്റെ രചയിതാവ് ആരാണ്? അഗസ്റ്റസ് കോംറ്റെ. വാട്ട് ആർ ദ പ്രൈമറി കോസ് ഓഫ് ഒറിജിൻ ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ? എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഫസ്റ്റ് കാറ്റഗറി കാരണം? എന്താണ്? എക്കണോമിക് ഡിസീസ് ആൻഡ് ഇറസ്പോൺസിബിൾ റൂളിംഗ്. പെട്ടെന്നുണ്ടായ കാരണം എന്താ? ഇറസ്പോൺസിബിൾ റൂളിംഗ്. ഫ്രഞ്ച് റവല്യൂഷൻ എന്താ? റൂളിങ്ങിലെ ഭരണം, ജനങ്ങളെ നേരത്തെ പറഞ്ഞ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് ഇത് കാത്തലിക്കും അല്ലെ, മത റിലീജിയസ് ആയിട്ട്. Then what is the etymological meaning of Renaissance? What is the meaning of Renaissance എന്നാണ് ചോദിച്ചാൽ മതി. എന്താണ്? റീബർത്ത്. ഓക്കെ, പിന്നെ അതിൽ എക്സ്പ്ലെയിൻ ദ ടിൻ റവല്യൂഷൻ. ടിൻ റവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ എക്സാമിൻ ദ സോഷ്യോ പൊളിറ്റിക്കൽ ഇൻ്റലക്ച്വൽ ഫോഴ്സസ് ബിഹൈൻഡ് ദ എമർജൻസ് ഓഫ് സോഷ്യൽ ഡിഫൈൻ എൻലൈറ്റ്മെൻറ്റ്. എക്സാമിൻ ദ റോൾ ഓഫ് അഗസ്റ്റസ് കോംറ്റെ. ഇതൊക്കെ അതിൽ പറയുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.